സി വേണുഗോപാൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളും ഈ സർക്കാരിൻ്റെ ജനദ്രോഹപരമായ കാര്യങ്ങളും ഇപ്പം ഞങ്ങളെ കണക്കുകൾ തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കെ.സി. വേണുഗോപാലിൻ്റെ കാര്യത്തിൽ പുള്ളി ഇവിടെ MLA ആയിരുന്നപ്പോഴും MP ആയിരുന്ന സമയത്തൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വേണുഗോപാൽ പലപാട്ടി സഹായം ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിലെ ജനങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട എല്ലാ ആലപ്പുഴ ജനങ്ങളുടെ എന്ത് കാര്യങ്ങളുണ്ടായാലും ആ സ്ഥലത്ത് ഓടിയെത്തുന്ന കെ.സി. വേണുഗോപാലിനെ അല്ലാതെ വേറെ ഒരാളെ ഇന്നുവരെ കണ്ടിട്ടില്ല. ആലപ്പുഴ കെ.സി. വേണുഗോപാലിന് സാധ്യതയുണ്ട്. കോൺഗ്രസ് ഭരണത്തിന് മറ്റുള്ള ഭരണത്തിന് അത്ര എന്തോ ഇപ്പം പോരാതെ അതുകൊണ്ട് ജാതിമത സമവാക്യങ്ങൾക്ക് അന്തിമ വിധിയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത മണ്ഡലങ്ങളെയാണ് പൊതുവെ നാം ഈ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ ഒരു മണ്ഡലമാണ് ആലപ്പുഴ എന്ന് പറയാം. 2019 കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 19 UDF-നൊപ്പം നിന്നപ്പോൾ ആലപ്പുഴക്കാർ തുണച്ചത് ഇടതുപക്ഷത്തെ. CPM-ന്റെ MM ആരിഫ് അങ്ങനെ ഒരു തരിക്കനലായി പാർലമെന്റിലേക്ക് എത്തുകയായിരുന്നു. ഇക്കുറി കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ കെ.സി. വേണുഗോപാലും അത് നിലനിർത്താൻ ആരിഫും നിലയുറപ്പിക്കാൻ ശോഭാ സുരേന്ദ്രനും കട്ടയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. ആർക്ക് പിടികൊടുക്കും ഇത്തവണ ആലപ്പുഴ? നമുക്ക് ആലപ്പുഴക്കാരോട് തന്നെ ഒന്ന് അഭിപ്രായം തേടിയാലോ? കെ.സി. വേണുഗോപാൽ ജയിക്കുന്നില്ല, അതിന് തർക്കം വല്ലതും ഉണ്ടോ? ഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റ് എല്ലാവരും പറയുന്നത് പോലെ ആരും പറഞ്ഞു. അത് സംശയമൊന്നുമില്ല കെ.സി. വേണുഗോപാലിന്. ആലപ്പുഴയിലെ ജനങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട എല്ലാ ആലപ്പുഴ ജനങ്ങളുടെ എന്ത് കാര്യങ്ങളുണ്ടായാലും ആ സ്ഥലത്ത് ഓടിയെത്തുന്ന കെ.സി. വേണുഗോപാലിനെ അല്ലാതെ വേറെ ഒരാളെ ഇന്നുവരെ കണ്ടിട്ടില്ല. കാരണം അതിൻ്റെ ഒരു തെളിവെന്ന് പറഞ്ഞാൽ ഒരു MLA എന്നാൽ എന്താണെന്ന് തെളിയിച്ചത് കെ.സി. വേണുഗോപാലാണ്. കോൺഗ്രസ് ഭരണത്തിന് മറ്റുള്ള ഭരണത്തിന് അത്ര എന്തോ ഇപ്പം പോരാതെ അതുകൊണ്ട് കെ.സി. വേണുഗോപാൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളും ഈ സർക്കാരിൻ്റെ ജനദ്രോഹപരമായ കാര്യങ്ങളും ഇപ്പം ഞങ്ങളെ കണക്കുകൾ തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സാധ്യത പറയാൻ പറ്റില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ അതും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ BJPക്കാണ് മുൻതൂക്കം. എനിക്ക് അത്ര അങ്ങോട്ട് രാഷ്ട്രീയത്തെ പറ്റി അത്ര അങ്ങോട്ട് പരിചയമില്ല എങ്കിലും കോൺഗ്രസ്. ആലപ്പുഴക്കാർക്ക് കെ.സിയോട് ഒരു മമതയുണ്ടായത്. ആ മമത ഇപ്പോഴും ഉണ്ട് ജനങ്ങളുടെയൊക്കെ ഇടയിൽ. കെ.സി എന്ന് പറയുമ്പോൾ ഒരു ആവേശമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. കെ.സി. വേണുഗോപാലിന് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ മുൻപേ തന്നെ ആലപ്പുഴ മണ്ഡലത്തിൽ ഒരു ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു നേതാവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെയാണ് എനിക്ക് തോന്നുന്ന ചാൻസ്, കൂടുതൽ വോട്ട് കിട്ടാൻ ചാൻസ് പുള്ളിക്കാണെന്ന്. എനിക്ക് വേണുഗോപാൽ വരണമെന്ന് ആഗ്രഹം. ഞങ്ങൾ കോൺഗ്രസ്സുകാരി അതുകൊണ്ട്. കെ.സി. വേണുഗോപാലിൻ്റെ കാര്യത്തിൽ പുള്ളി ഇവിടെ MLA ആയിരുന്നപ്പോഴും MP ആയിരുന്ന സമയത്തൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പലർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കടപ്പുറ ഏരിയയിലൊക്കെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പല കാര്യങ്ങളിലും പുള്ളി നല്ല ആക്റ്റീവായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിയെ കഴിഞ്ഞ പ്രാവശ്യം എന്തുകൊണ്ടോ നിന്നില്ല, ഈ പ്രാവശ്യം ജയിക്കാൻ ചാൻസ് പുള്ളിക്കാണ്. ആലപ്പുഴ കെ.സി. വേണുഗോപാലിന് സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ ഒത്തിരി കാര്യങ്ങൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. പാലങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ പാലങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തി കെ.സി. വേണുഗോപാലാണ്. വേണുഗോപാൽ പലപാട്ടി സഹായം ചെയ്തിട്ടുണ്ട്, വില വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊച്ചുങ്ങൾക്കാർ ഗ്രാൻഡ് സ്കൂള് എല്ലാ മേഖലയിലും പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നു. അത് കാരണം വൻ ഭൂരിപക്ഷത്തെ തന്നെ വേണുഗോപാൽ ചെയ്യും.